വെയിറ്റ് പാമല, കഴിഞ്ഞ തവണ വന്നപ്പോ നീ എനിക്ക് രൂപ തന്നില്ല. ഇത്തവണ ഞാൻ നേരത്തെ എടുക്കുന്നു. ഓൺലി 50 rupees. മേരി അയക്കുന്ന പണം വീട്ടു ചെലവിനെ പോലും തികയുന്നില്ല. എന്റെ ചെലവും വീട്ടു ചെലവല്ലേ? ഇത് കണ്ടോ, ലോണിൽ പണം തട്ടി പറിച്ചു. ഐ ഡോണ്ട് ലൈക്ക് ടു ഹിയർ. നീയല്ലേ വീട്ടുകാരി, നിന്റെ പേർക്കല്ലേ മേരി പണം അയക്കുന്നത്. നീ തന്നെ ഭരിച്ചോ. ഡോണ്ട് ഡിസ്റ്റർബ് മീ. ഹായ് ടീന. പാമല, ഇതാ നീ ചോദിച്ച പണം. വേണ്ട ജോണി, ചേച്ചി അയച്ച രൂപ കിട്ടി. അപ്പോ നിനക്കെന്റെ പണം വേണ്ട അല്ലേ? ഇപ്പൊ വേണ്ട ജോണി. ഇതുപോലെ ചേച്ചി അയച്ച സുന്ദരനും പണക്കാരനുമായ ഒരു ചെറുപ്പക്കാരനെ കിട്ടുമ്പോൾ പാമല പറയുമോ, ജോണി വേണ്ട, എനിക്ക് ചേച്ചി അയച്ച ഒരാളെ കിട്ടിയെന്ന്? ജോണി, അങ്ങനെയാണ് എന്നെ കരുതിയിരിക്കുന്നത്. ഞാൻ തമാശ പറഞ്ഞല്ലേ. പിന്നെ വരാം. നീ ഞങ്ങളുടെ മതത്തിൽ ചേർന്നാൽ യാതൊരു പ്രോബ്ലവും ഇല്ല. പിന്നെ ഞാൻ നിനക്കൊരു നല്ല പേര് കണ്ടുവച്ചിട്ടുണ്ട്, നസീറ. How is it? Hello. Yeah. Please sign here. Shiny speaking. Oh, you. Which picture? I saw the picture. No, not like that. Yeah. So any movies? Don't be silly. I will come in. Yes. Can I help you, sir? Beautiful. I mean, that statue. Okay. See you. ഞാനിന്ന് ഈ മുറിയിലാണ് ഉറങ്ങുന്നത്. Mary, why? Don't you love me? I love you. Then? Not now. You should wait. 1.5 വർഷം ഞാൻ കാത്തിരുന്നു. അല്പം കൂടി കാത്തിരിക്കൂ. Let us get married first. ഒരു വെപ്പാട്ടിയല്ല, ഭാര്യയാകാനാണ് എന്റെ ആഗ്രഹം. I'm sorry. Good night. இனி போற இடத்துல எத்தனை பேர் இருக்கீங்களோ விடுங்க. விட மாட்டேன். முடியாது. അല്ലോ ഇതാരും മിസ് ചെയ്യാ, കണ്ടിട്ട് ഒരുപാട് നാളായല്ല. മമ്മദിന്റെ മോന്റെ അസുഖം മാറിയോ? ഓ അത് പോക്കാ മിസ്സി. എവിടെ എന്റെ റുപ്പീസ്? 84 റുപ്പീസ് തരാം മിസ്സി, അടുത്ത ആഴ്ച ഉറപ്പായിട്ടും തരാം. നമ്മളോടൊന്നും തോന്നരുത് മിസ്സി. ഈ വൈക്ക് വെറുതെ ഒരു ഈവനിങ് വാക്ക്. മമ്മദും വരൂ. അല്ലോ ഞമ്മള് വായിക്കണോന്നു. കൈ വിട്.
മമ്മദ് ഇതിനു മുൻപ് ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല, ഞമ്മള് വന്നിട്ടില്ല. ഞാനും വില്യമും എല്ലാ സൺഡേയിലും ഇവിടെ വന്ന് അങ്ങനെ ഇരിക്കും. മിസ്സി, ഞമ്മക്ക് പോണം. മോൻ ഒറ്റക്കുള്ളു വീട്ടില്. ആ ഇരിക്കും മമ്മദ്. ഞാനും വില്യമും പാതിരാത്രി വരെ ഇവിടെ ഇരുന്ന് സംസാരിക്കും. വില്യമിന് സ്ഥലമൊക്കെ എന്തിഷ്ടമായിരുന്നെന്നോ. ഞമ്മള് പോണു. ഇരിക്കും മമ്മദ്. പിന്നെ മിസ്സി, ഞമ്മക്ക് കെട്ടിയോളൂ ഒരു മോനുണ്ട്. നിങ്ങളെ വേണ്ടാ നേരത്തിന് ഞമ്മളെ കിട്ടൂല. അതിന് വേറെ ആളെ നോക്ക്. മമ്മ നമ്മുടെ വിവാഹം കഴിഞ്ഞെന്നാ എന്റെ വീട്ടുകാർ വിശ്വസിക്കുന്നത്. നമ്മുടെ അയൽക്കാരുടെ താരനും അതല്ലേ? അപ്പോ അവർ ഈ കല്യാണത്തിന് ക്ഷണിക്കുന്നത് ശരിയാണോ? എന്നാൽ വേണ്ട, നമുക്ക് രജിസ്റ്റർ ചെയ്യാം. വള്ളി വെച്ച് നടത്താൻ എനിക്കിഷ്ടം. എങ്കിൽ നിന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ. അത് ഇപ്പൊ പറയില്ല. നീ വേഗം മാർക്കറ്റിൽ പോ. മട്ടൻ, ചിക്കൻ, ഫിഷ്, പുഡിംഗ് എല്ലാം ഉണ്ടാക്കണം. ഇനി ഒരാളും കൂടി ലഞ്ചിനുണ്ടാവും. ആര്? മൈ വുഡ് ബി ഹസ്ബൻഡ്. ആരാണ് അയാൾ? സ്റ്റാൻലി. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. കല്യാണമൊക്കെ തീരുമാനിച്ചു. എന്നാണ്? അടുത്ത വ്യാഴാഴ്ച. ഓ ഐ സീ. സതി എന്നാണ് എന്റെ പേര്. മനസ്സിലായില്ല. മിസ്റ്റർ സ്റ്റാൻലി എന്നെ കുറിച്ചൊന്നും ഇതുവരെ പറഞ്ഞില്ലേ? ഇരിക്കൂ. മിസ്റ്റർ സ്റ്റാൻലി അദ്ദേഹം താമസിക്കുന്ന ഇവിടെയല്ലല്ലോ. അറിയാം. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞില്ലേ? നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞാൻ വളരെ ദൂരെ നിന്ന് വരികയാണ്. എന്തിന്? എന്റെ ദുഃഖം നിങ്ങളെ അറിയിക്കാൻ. അതിൽ നിന്ന് അല്പമെങ്കിലും മോചനം കിട്ടുമോ എന്ന് അന്വേഷിക്കാൻ. എനിക്ക് നിങ്ങൾ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് മിസ്റ്റർ സ്റ്റാൻലി അറിയാമോ? അറിയാം. അദ്ദേഹം നിങ്ങളും തമ്മിലുള്ള ബന്ധം പറയൂ. നിങ്ങൾ അദ്ദേഹത്തിന്റെ ആരാണ്? ഈ കുട്ടി കോട്ടിയിലെ സേക്രഡ് ഹാർട്ട് കോൺവെന്റിൽ പഠിക്കുന്ന എന്റെ മകൾ, സ്റ്റാൻലിയുടെ മകൾ. I can't believe. I can't. You are lying. Oh, എനിക്ക് കേൾക്കണ പോ. അനിയത്തി, നിങ്ങൾ തമ്മിലുള്ള ബന്ധം എനിക്കറിയാം. ഞാനതിനൊരിക്കലും തടസ്സമാവില്ല. എനിക്ക് പറയാനുള്ള കാര്യം മറ്റൊന്നാണ്. സ്റ്റാൻലി എന്റെ അയൽക്കാരനായിരുന്നു. ഒരുമിച്ച് പഠിച്ചുകൊണ്ടിരിക്കെ ഞങ്ങൾ അറിയാതെ തമ്മിലടുത്തു. ഒരു നമ്പൂതിരി ഇല്ലത്താണ് ഞാൻ ജനിച്ചത്. സ്വത്തും മുതലും നശിച്ചെങ്കിലും സമുദായത്തിന്റെ ആചാരം മര്യാദകൾ മറക്കാതെയാണ് ഞങ്ങൾ ജീവിച്ചത്. എന്നാൽ 5 പെൺമക്കളെ പുലർത്താൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ അച്ഛൻ എന്നെ ജോലിക്ക് അയക്കാൻ നിർബന്ധിതനായി. മോളെ സതി, നാളെ നേരത്തെ പുറപ്പെട്ടുകൊണ്ട് കിട്ടുക. പുലർച്ചയ്ക്ക് അത്രേ തീവണ്ടി. ആ പിന്നെ വാര്യത്തും തെക്കേ മഠത്തിലും പോയി യാത്ര പറഞ്ഞോളൂ. ഇനി അറിഞ്ഞില്ല എന്നും പറഞ്ഞില്ല എന്നും ഒന്നും ആരെ കൊണ്ടും പറയിപ്പിക്കണ്ടല്ലോ. നീയും പോവുകയാണല്ലേ? ഞാൻ സ്റ്റാൻലിക്ക് കത്തുകൾ അയക്കാം. എത്ര കാലം? പുതിയ ചുറ്റുപാടുകളിൽ നീ എന്നെ മറക്കും. സ്റ്റാൻലിക്ക് എന്നെ വിശ്വാസമില്ലേ? എനിക്ക് സ്റ്റാൻലിയെ പിരിയാൻ വളരെ വിഷമമുണ്ട്. പക്ഷേ സ്റ്റാൻലിക്ക് എല്ലാം അറിയില്ലേ? എല്ലാം പണയപ്പെടുത്തിയാണ് എനിക്ക് ഈ ജോലി വാങ്ങിയത്. എല്ലാം തകർന്നിട്ടും പിടിച്ചു നിൽക്കുകയാണ് അച്ഛൻ. എന്റെ ജോലി തറവാടിന് എന്ത് ആശ്വാസമാണെന്നോ. സതി പോകുന്നെന്ന് പറയുമ്പോൾ എന്തോ ഒരു വിഷമം. സ്റ്റാൻലി വിഷമിക്കരുത്. ഞാൻ ഇന്നും സ്റ്റാൻലിയുടേത് മാത്രമായിരിക്കും. സതി, സതി.
പോട്ടെ.